ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുക്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. നമ്മളെപ്പോഴും ഒരുപാട് മസാലപ്പൊടികളൊക്കെ ഇട്ട് തയ്യാറാക്കാതെ ഇടയ്ക്ക് ഇങ്ങനെ മസാലപ്പൊടികളൊക്കെ കുറച്ചിട്ട് പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തുണ്ടാക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ മിക്സിയുടെ ജാറിലേക്ക് വലിയ ജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. 1/2 കപ്പ് നമ്മളൊരു സ്പൂൺ അളവ് പറയുകയാണെങ്കിൽ ടേബിൾ സ്പൂൺ ഒരു 8 ടേബിൾ സ്പൂണാണ് 1/2 കപ്പ്. അത് ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ സ്പൂണിൽ എടുത്ത് കാണിക്കുന്നത്. 8 ടേബിൾ സ്പൂണാണ് 1/2 കപ്പ്, 16 ടേബിൾ സ്പൂണാണ് 1 കപ്പ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 10 അല്ലെങ്കിൽ 12 അണ്ടിപ്പരിപ്പാണ്. അതൊന്ന് ചൂടുവെള്ളത്തിൽ കുതിർത്തൊരു 15 മിനിറ്റ് വെക്കണം. അപ്പോൾ അത് ഒന്ന് കുതിരാനായിട്ട് ഞാൻ വെക്കുകയാണ്. എന്നിട്ട് ആ ശേഷം കുതിർത്ത വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുക്കണം. കശുവിൻ്റെ ചൂടുവെള്ളത്തിൽ കുതിർത്ത ഒരു 20 മിനിറ്റൊക്കെ കൊണ്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം, ഒട്ടും കട്ടകളില്ലാതെ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ചൊന്ന് ബിസ്ത റെഡിയാക്കി എടുക്കണം, വെറുതെ ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനൊരു സവാളയുടെ ഒരു 1/4 ഭാഗം, ഒരു ചെറിയ സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക. അത് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു എക്സ്ട്രാ ടേസ്റ്റ് തരും കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഈ സവാള നല്ലപോലെ ഒന്ന് ബ്രൗൺ നിറം വരെ ഈ ഒരു പരുവം വരെ വറുത്തെടുക്കണം. ഇനി നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഓപ്ഷണലാണ്, പക്ഷെ നമുക്കത് കാണുമ്പോഴും കഴിക്കാൻ കിട്ടുമ്പോഴും ഒക്കെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ സവാള മൊത്തമായിട്ട് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം നെയ്യാണ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് കോരിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇത് ഇട്ട് കൊടുത്ത്. എൻ്റെ കയ്യിൽ കറിവേപ്പില കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വറുത്ത് കോരി എടുക്കുന്നത്. പിന്നെ കുറച്ചൊരു 5-6 അണ്ടിപ്പരിപ്പും കൂടി, ഒരു 10 അണ്ടിപ്പരിപ്പോളം കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കുക. ഇതും നിർബന്ധമില്ല, ഇത് ഞാൻ പറഞ്ഞ മാതിരി ഓപ്ഷണലാണ്. അപ്പോൾ നമ്മളിത് ആദ്യമേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ രണ്ടാമത് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട. ഇതിൽ നമുക്ക് അങ്ങോട്ട് മസാല തയ്യാറാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ എണ്ണയിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഒരു 2 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം തക്കോലം, ഒരു തക്കോലത്തിൻ്റെ 2 എതളുകളാണ് പറയുന്നത്, 4-5 ഏലയ്ക്ക, ഇത്രയും മതി. ഇനി വേണമെങ്കിൽ ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക, വേറൊന്നും വേണ്ട. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചതച്ചത്, പിന്നെ ഒരു 1.5 ടീസ്പൂണോളം വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക. വലിയ ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി ഇത് ഈ എണ്ണയിൽ ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഞാനിവിടെ ചെറിയ ക്യൂബ്സായിട്ട്, വലിയ ചെറുതല്ല എന്നാലും അത്യാവശ്യം ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. നീളത്തിൽ അരിയുന്നതിനേലും നല്ലത് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഇനി ഇതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് വെച്ച് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നമ്മളുടെ സവാള വഴന്ന് കിട്ടും. തീ ലോ ഫ്ലെയിമിലാക്കി തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അധികം നേരമൊന്നും വേണ്ട, നമുക്ക് അതിൻ്റെ പുറകിൽ നിൽക്കാൻ വേണ്ട. അപ്പോൾ നമ്മളുടെ സവാള ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവം മതി, ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ ആവണ്ട. ഇനി ഇതിലേക്ക് ഒരു 6 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക നീളത്തിൽ. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇതിൽ കൂടുതലായിട്ടും പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ്, അതാണ് എരിവുള്ളത് എടുത്തത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇത് വൈറ്റ് പെപ്പർ പൗഡർ ആയതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ യോജിപ്പിച്ച് ഈ പൊടികളെല്ലാം പച്ചമുളകും മാറ്റിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് ചേർക്കാം, പക്ഷേ കളറൊന്നും മാറ്റിയൊന്നും ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് ഞാനൊരു തക്കാളി ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ചേർക്കുന്നത് ഒരു ചെറിയ മീഡിയം സൈസോളം ഉരുളക്കിഴങ്ങ് ക്യൂബ്സായിട്ട് കട്ടിയതാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് നിങ്ങൾക്ക് പൊട്ടറ്റോ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം, നല്ലതാണ്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഈ മസാലയിലൂടെ വഴറ്റി ഉരുളക്കിഴങ്ങ് അങ്ങനെ നമ്മൾ ചേർക്കാനായിട്ട് ആ കറിയിലേക്ക് ഉരുളക്കിഴങ്ങിൻ്റെ ഫ്ലേവർ അധികം കിട്ടത്തില്ല, എന്നാൽ ചിക്കൻ്റെ ഫ്ലേവർ ഈ ഉരുളക്കിഴങ്ങ് കിട്ടും. ഇപ്പോൾ ഇതൊന്ന് ഒരു പകുതിയുള്ള ഉരുളക്കിഴങ്ങ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 2 വലിയ ടേബിൾ സ്പൂൺ തൈരാണ്. ഇത് ഇങ്ങനെ ചേർക്കാതെ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ അതിലേക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അരച്ചെടുത്താലും മതി, പക്ഷേ ഞാനിപ്പോൾ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കുക്കാവുന്ന ആ ഒരു പരുവം വരെ ആക്കിയെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി, അല്ലെങ്കിൽ തൈര് ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ തക്കാളി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങ്
അപ്പോൾ ആ ചിക്കനിൽ അങ്ങനെ ചിക്കൻ നമ്മൾക്ക് കുക്ക് ചെയ്തെടുക്കണം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീ ഒരുപാട് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടത്തില്ല. ഏകദേശം ഒരു 10 മിനിറ്റ് 15 മിനിറ്റോളമൊക്കെ മതി. പിന്നെ ചിക്കൻ്റെ വേവിനനുസരിച്ച് മാറ്റം വരും. പിന്നെ നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറന്നു പോകരുത് കേട്ടോ. നമ്മൾ ഇതിലേക്ക് നേരത്തെ ആദ്യമേ പറഞ്ഞ തേങ്ങയൊക്കെ അരച്ചത് ചേർക്കുന്നത് ലാസ്റ്റാണ്. തേങ്ങയൊക്കെ ചേർത്തേണ്ട ഒരുപാട് ഏത് കറിയാണെങ്കിലും തിളപ്പിച്ച് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇതാ നമ്മളുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 95% കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളുടെ കറിക്ക് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ആ മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മളുടെ കറി നല്ല പോലെ ഈ അരപ്പായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. തീ ഇപ്പോൾ ഭയങ്കര ലോ ഫ്ലെയിമിൽ വെക്കുക, ഹൈ ഫ്ലെയിമിലേക്ക് ആക്കരുത്. തേങ്ങ ഞാൻ പറഞ്ഞ മാതിരി ഒരുപാട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. അതുപോലെ തന്നെ തേങ്ങയ്ക്ക് ആ ഒരു ഗുണവും കിട്ടത്തില്ല ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് പിന്നെ ഒരുപാട് ഗ്രേവിയിൽ വെക്കുന്നതിനേക്കാൾ കുറച്ച് കുറുകിയിരിക്കുന്നതാണ് രസം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്, ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. അതുകൊണ്ട് ഇപ്പോൾ ഇതാ കറി നല്ലപോലെ ഒന്നും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നുറുക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് ഒരു ടീസ്പൂണോളം നല്ല എരിവുള്ള കുരുമുളക് പൊടി അല്ലെങ്കിൽ ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഈ അവസാന സ്റ്റേജിൽ ഈ കുരുമുളക് ചേർക്കുന്നത് ഇതിന് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും തരും. ഞാനത് ഷൂട്ട് ചെയ്യാൻ മറന്നു പോയതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളുടെ കറി നല്ല പോലെ ഒന്ന് തിള വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരുന്ന കാഷ്യൂനട്ടും അതുമാതിരി പിസ്തയും പിന്നെ കറിവേപ്പില എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ആ ചൂടിലിരുന്ന് തിളയ്ക്കണതാണ് കേട്ടോ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് അതൊന്ന് ആ മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഒരു കുറുമയാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മസാലപ്പൊടികളൊന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ പച്ചമുളകിൽ തന്നെ ഉണ്ടാക്കാം. പക്ഷേ അതിനേലും ടേസ്റ്റ് കുരുമുളകും കൊണ്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മളുടെ ഫ്രൈഡ് റൈസിനും ചോറിനും ചപ്പാത്തിക്കും അതുമാതിരി പത്തരി അങ്ങനെ ഏത് ടൈപ്പ് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിൽ കൂടെ അറിയിക്കാം. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും വരുന്ന ദിവസങ്ങളെല്ലാം നല്ലതായിരിക്കട്ടെ. താങ്ക് യു.